Hey guys. Hey guys. Hey guys. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ട് പോകാന്ന് വെച്ചു. അടുത്തൊരു ജുഹു ബീച്ച് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ചിലപ്പോൾ അടുത്ത വേറെ ബീച്ചിലോട്ട് പോകും. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ജുഹു ബീച്ചിലോട്ട് പോവുകയാണ്. സ്റ്റേഷനിൽ പോകാം. കുറച്ചുകൂടെ റെയിൽവേ സ്റ്റേഷൻ പോകണം. അപ്പം നീ ഓട്ടോയിൽ പോവുകയാണ്. അതാണ് ഷെയർ ഓട്ടോയാണ്. 4 ഓട്ടോ മാത്രം. ഓട്ടോ ഇവിടെ ഭയങ്കര റഷാണ്. റഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ റഷാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലങ്ങ് യൂസ്ഡായി പോവും. പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അഫോർഡബിൾ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചിക്കൻ മേടിക്കണമെന്ന് വെച്ചാണല്ലോ, ചിക്കൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ ഒരു 120 രൂപയാണെങ്കിൽ നമുക്ക് ഒരു കോഴി ചിലപ്പം 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ കാണും. അപ്പോൾ നമ്മൾ അത്രയും മേടിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഒരു 200 ഗ്രാം മതി, നമുക്ക് അങ്ങനെ കിട്ടും. ഒരു 50 രൂപയ്ക്ക് മതി, അങ്ങനെ കിട്ടും. ഒരു 20 രൂപയ്ക്ക് മതി, അങ്ങനെ കിട്ടും. പിന്നെ പാല് നമുക്ക് 5 രൂപയ്ക്ക് വേണമെങ്കിൽ പാല് കിട്ടും, 10 രൂപയ്ക്കും കിട്ടും, 50 രൂപയ്ക്കും കിട്ടും, 5 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ ഗുണമുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു സ്ഥലമായിട്ട് വേണമെങ്കിൽ ഈ എല്ലാം മാനേജബിൾ ആണല്ലേ. ഫ്രിഡ്ജ് ഇവിടെ ഓട്ടോമേറ്റഡ് വീടുകളിൽ ഫ്രിഡ്ജ് ഇല്ലെന്നാണ് സത്യം. കാരണം എല്ലാം ഡെയിലി മേടിക്കുന്നുണ്ട്. ഡെയിലി ഈ മേടിച്ച് വയ്ക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അന്നു കഴിക്കുന്നു, പോകുന്നു. പിന്നെ മാളുവിനെ പോലുള്ളവർ അത് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച കഴിക്കുന്നു. ഇവിടുത്തെ ഇന്നലെ പറയാം, നമുക്ക് ആദ്യം ഫ്രിഡ്ജ് മേടിക്കണം. അതാകുമ്പോൾ നമുക്ക് ഒരാഴ്ച ഫുഡ്, ഇന്നലെ നീ പറഞ്ഞു നമുക്ക് ഒരാഴ്ച ഫുഡ് അതിൻ്റെ അകത്ത് വച്ച് വെച്ചിരിക്കാം. പിന്നെ നമുക്ക് ആഴ്ച കഴിക്കാൻ വച്ചാൽ മതി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചേഞ്ച്. ഞങ്ങൾ ജുഹു ബീച്ച് ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ അർണാല ബീച്ചുണ്ട്, ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ജുഹു ബീച്ച് ഞങ്ങൾ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തത്. ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ വരാനും ട്രെയിനിലൊക്കെ സീറ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും, തിരക്കായിരിക്കും. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടുത്തെ തിരക്കും കൂടെ കണ്ടപ്പോൾ മതിയായി. ഇവിടുത്തെ ഓട്ടോക്കാരന്മാർ ഫുള്ള് പറ്റിയതാണ്. നമ്മൾ ബസ് സ്റ്റേഷൻ എവിടെ നോക്കിയപ്പോൾ 70 രൂപ ആവും, 80 രൂപ ആവും. കേരളത്തിലാണോ മുംബൈയിലാണോ? കേരളത്തിൻ്റെ അതേ വൈബ്. നമ്മൾ കേരളത്തിലെത്തിയൊരു ഫീലുണ്ട് കേസ്. ഇപ്പോൾ बस स्टैंड इधर आगे, किधर जाना है? बस स्टैंड। तो वहाँ से किधर जाना है? बस डेपो में अपना एसी वाला चाहिए या नगर वाला? बस स्टैंड। 2 बस स्टैंड है, दोनों पास में। हिंदी और जोड़ा था बाल पोटा करे चोट। മനസ്സിലായില്ല ഗൈസ്, എനിക്ക് ഹലോ 2 ബസ് സ്റ്റാൻഡ്. കൊള്ളാം. എന്നിട്ട് അടുത്തത് പോരട്ടെ. മാളു ഷവർമ മാളു ഷവർമ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെയാണോ പിടിച്ചോണ്ട് പോകുന്നത്? ഷവർമ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. അർണാല ബസ് പോകുന്നാണ് പറയുന്നത്. ഈ ബസ്സിലപ്പം കയറുവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ ഫുള്ള് മറ്റേ ഓട്ടോക്കാരന്മാരുടെ ചൂഷണമാണ്. ഓട്ടോ അതിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടും ബസ് കിടപ്പുണ്ട്. അപ്പോഴും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് വിളിക്കുക അർണാല. ഇതെനിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ ഡാർജിലിംഗ് പോകണം. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. പിന്നെ അതിൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഡാർജിലിംഗ് പോകുന്ന ബസ് എങ്ങോട്ടാണ്. അപ്പോൾ ഇവർ പറയുന്ന ഡാർജിലിങ്ങോട്ട് ബസ്സൊന്നുമില്ല, ഞങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ 500 തന്നാൽ മതി, ഇവിടെ ഷെയർ ജീപ്പാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു അവിടെ നിന്നൊരു പാസഞ്ചറിനെ എടുത്ത് വെച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഇതേ ബാക്കിലാണ്. അപ്പോൾ ഇത് നോർത്തിലൊക്കെ ഭയങ്കര ചൂഷണമാണ്. ഇവർ ഈ ബസ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ബസ്സിനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ബസ്സിനെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവർ ഫുള്ള് ഈ ഓട്ടോ ഭയങ്കര ചൂഷണമാണ്. എടാ ഇന്ന് സ്കൂളുണ്ടോ? ആ സ്കൂൾ है ना कहाँ जा रहे हो? आईडी कार्ड
ഐ ഡി കാർഡ് സാത്ത് ജാ രേ HR ക്ലാസ്സസ് എന്താണെന്ന് എനിക്കും പിടിയിട്ടില്ല. എടാ ഇതെന്തുവാ क्या क्लास है कौन सा क्लास HR मतलब वो हमें नहीं बताएंगे, फुल फॉर्म नहीं बताएंगे. नहीं पता. അവൻ അറിഞ്ഞൂടാ, അവൻ ഇത് പഠിക്കാൻ പോകുന്നുണ്ട്. അവൻ എന്ത് 80 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ 40 രൂപ കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്കൊന്ന് മറാഠി ആയിരിക്കുമല്ലേ. എടാ ഇതൊന്ന് വായിച്ചേ. മറാഠി മേ കൈസാ 40 ये 80 नहीं है नहीं मराठी में 40. कंग्रेचुलेशंस यू डिड इट मैन. നീ ഓടരുത്, നമുക്ക് ചേർന്ന് ഇങ്ങനെ സംസാരിച്ചു പോകാം. HR क्लास मतलब क्या है? अरे वो हमें नहीं पता है आपको. ये क्या पढ़ते हो? सब सब्जेक्ट. അവൻ വെറുതെ HR ക്ലാസ്സിൽ പോകുന്നതായിരുന്നു. അവ പുച്ഛഭാവമിട്ട് അവ തിരിഞ്ഞിരുന്നു. അപ്പം അതേ സ്റ്റോപ്പ് എത്തിയിരിക്കുവാണ്. അങ്ങോട്ടാ ബീച്ച് എങ്ങോട്ടാ? ഗൂഗിൾ മാപ്പിൽ നമ്മുടെ സ്വന്തം ഗൂഗിൾ മാപ്പിൽ നിന്ന് വഴി തെറ്റി. 6 മിനിറ്റ് നടക്കാം. 6 മിനിറ്റ് നമ്മൾ നടക്കാൻ പോവാണ്. 6 മിനിറ്റ് തന്നെ നടത്തുവാ. 6 മിനിറ്റ് ഞാനൊരു 60 മിനിറ്റ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. നടക്കാൻ വയ്യാത്ത. അപ്പം നമ്മൾ വന്ന ബസ് ഇതേ പോകുന്നു തിരിച്ച്. അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകുന്നു. നല്ല തണുപ്പുണ്ട്. ഇവിടെ കടലടുത്ത് 6 മിനിറ്റ് നടക്കേണ്ടി വരില്ല. അസംഷൻ പ്രഡിക്ഷൻ കണ്ടോ. ചെമ്മീനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ചെമ്മീനല്ലേ ഇതിലെന്താ പറയുന്നത്? ഉണക്കമീനല്ലേ? ചെമ്മീനല്ലേ, ഉണക്കമീനാണ്. കണ്ടോ പലതരം ഉണക്കമീൻ. ബീച്ച് വന്നിട്ട് ബീച്ച് വന്നിട്ട് ഇവിടെയാണ് കേട്ടോ. നമ്മളത് ഇവിടെ കൂടെ ഇങ്ങനെയാണ്. കുറച്ച് ദൂരമുള്ളൂ, 4 മിനിറ്റ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്താ വേണോ? ഇല്ല. ചകക്ക് പ്രാന്തായിരിക്കുവാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ എനിക്ക് പ്രാന്താന്ന്. പിന്നീട് പഠിച്ചത് ഇവർക്ക് പുതുപ്രാന്താന്ന്. നമ്മളെ നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ആൾക്കാർ ഇവിടെ ഒരേ നോട്ടം ചിരി. എല്ലാവരും ഇത് ചിരിച്ചിരിച്ച് പോവാണ്. നല്ല തിരക്കുണ്ടല്ലേ ഇവിടെ? അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് ഇവിടെ മെയിൻ കണ്ട കാഴ്ച ഇതാണ്. കണ്ടോ ചെമ്മീനല്ലല്ലോ, ഉണക്കമീൻ. ഇവിടുത്തെ കണ്ടോ കേസ് ഒരു കറുത്ത മണ്ണ തറയിൽ. നമ്മൾ അവിടെ പറഞ്ഞാൽ നല്ല മണല്, വെള്ള മണലല്ലേ. ഇവിടെ കറുത്ത മണലാണ്. എന്താ ഇവിടുത്തെ മണ്ണാണ് കറുത്തിരിക്കുന്നത്? ഇവിടെ കൂടുതൽ സൂര്യൻ അടിച്ചടിച്ച് കറുത്തു പോയതാണ്. ബീച്ച് വൈബ്സ് ആണ്. നമ്മളങ്ങനെ മഹാരാഷ്ട്രയിലെ അർണാല ബീച്ചിലെത്തിയിരിക്കുകയാണ്. അതായിരുന്നു നമ്മുടെ കല്ലുങ്കൈയിലെ ഫസ്റ്റ് ബീച്ച്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളുണ്ടോ? ഒട്ടകത്തിൽ കയറാൻ വേണ്ടി പോകും അല്ലേ മോള്? ഒരു ഒട്ടകമാണെങ്കിൽ ഞാൻ കിടന്നു. അപ്പൊ അവര് കയറുന്നുണ്ടോ? ഓ, കാലിനൊക്കെ അവർ ചവിട്ടി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന വണ്ടി. കയറാൻ പോവാട്ടോ. അപ്പം ഇനി കുറച്ചത് അവൾ ഓട്ടിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് മാളു റൈഡ്? സൂപ്പർ. എങ്ങനെയുണ്ട്? എന്തായിരുന്നു മാളുടെ എക്സ്പീരിയൻസ്? എന്ന് പറഞ്ഞു
ഫസ്റ്റ് ടൈം. ഇതിന്റെ പേരെന്തുവായിരുന്നു? പേരറിയത്തില്ല. इसका नाम गाड़ी का नाम क्या है? बाइक रेसर. അപ്പോൾ നമ്മളിതേ ഒട്ടകത്തിലും കൂടെ കയറാൻ പോവാണ്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബസ്സിന് 50 ഉള്ളൂ. അപ്പോൾ നമ്മളിതേ ഒട്ടകത്തിലും കൂടെ കയറാൻ പോവാണ്. നമ്മുടെ ഓട്ടത്തിലാണ് കയറാൻ പോകുന്നത്. മാള് ഫ്രണ്ടിൽ ഞാനേ നീ കയറിക്കും. നീ കയറിക്കോ, ഞാൻ വൈകാം, ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ അതേ മാള് കയറി, ഞാനിവിടെ കയറണം. അതേ ഞങ്ങളിത് കയറിയിരിക്കുവാണ്. ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല. ഇതിന്റെ മേളിൽ കയറാൻ പോകണ്ടല്ലോ. നമ്മൾ ആദ്യം ജസ്റ്റ് ഇത് പേടിക്കും. നമ്മളിങ്ങനെ കയറി ശീലമല്ലോ. ഒട്ടത്തിന് സ്പീഡ് കൂടിയോ എന്നൊരു ഡൗട്ടല്ലേ വാളു? കൂടിയല്ലേ? ഒട്ടകം ചെറിയതുണ്ട്, നമ്മള് വിഴുന്നു കഴിഞ്ഞാൽ പടലായോണ്ട് പിന്നെ കുഴപ്പമില്ല, വലിയ സീനൊന്നും കിട്ടത്തില്ല. എങ്ങനെയുണ്ട് വാളു? നൈസായിട്ടുണ്ടല്ലേ? ഓ ചരിവില്ല, അത് ആടുമ്പോൾ ആടിയാടിയാ നടക്കുന്നത്. ഈ ഡെസേർട്ടിലൊക്കെ പണ്ട് ആൾക്കാരൊക്കെ അവര് കുറച്ചുകൂടെയൊക്കെ ഈ ഇത് കയറ്റിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നല്ലേ, കുറച്ചുകൂടെ സീറ്റിംഗ്. മരുഭൂമിയിലാണെങ്കിൽ ക്യാമലിന് കുറെ കൂടെ ആട്ടം ഉണ്ടാവുമല്ലോ. മണലിന്റെ ഒക്കെ ഇതുകൊണ്ട്, മണലായോണ്ട് ആ ആട്ടം കാണുമല്ലേ. भैया वो नहीं भैया ഞാനിപ്പോ തറയിൽ പോവായിരുന്നു. ക്യാമറ കൂടെ അങ്ങനെ ഐസായിരിക്കുമല്ലേ പാളു? എന്തുവായത്? ഇത് നീ ഇന്ന് വാഹനം നോക്കാൻ പോവാണത്. ഈ മാളുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മാളുവിന്റെ വാഹനം ഇനി ക്യാമലാണ്. അതെ, ഇത് ഇരിക്കാൻ പോവാണ്. സൂപ്പറായിരുന്നു. ചാടി ഇറങ്ങിയാ മതി. കഷ്ടപ്പാടാ. പാട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ക്യാമറ റൈഡ് എങ്ങനെയുണ്ട്? നൈസല്ലേ? പക്ഷെ ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഉണ്ടല്ലോ, അത് കുറച്ച് ശരിയുണ്ട്. അപ്പം താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ബോട്ട് റൈഡിനും കൂടെ പോവാണ്. മാളുവിന് ഈ ബോട്ട് റൈഡിങ് അത്ര കംഫോർട്ടല്ല, ഒരു ഡിസ്കംഫോർട്ടാണ്. അങ്ങനെയൊന്നും ഉണ്ടോ? നമ്മളെല്ലാം ട്രൈ ചെയ്യണ്ടേ? നമ്മളിത് ഇതിൽ പോവാണ്. ഇതിലെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളിത് ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് ബോട്ട്. മാളുവിന്റെ പേടിയിൽ നിന്ന് മാളോടെ പേടി ഇപ്പോഴേ പേടിച്ച് ചാടല്ലേ. സൂപ്പറായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ നമ്മളിങ്ങനെ ഇരുന്ന് നാടുന്നത്? രസമല്ലേ? ശരിയത് രസമായിട്ടോ തോന്നുന്നു. എനിക്കിവിടെ കുറച്ച് നേരം നിൽക്കാൻ തോന്നുന്നുണ്ട്. പാടും എവിടെ അടുത്ത് ചാടട്ടെ, ഞാൻ നീന്തി വരട്ടെ. ഞാനിവിടെ നീന്തി വരാൻ വേണ്ടി ഇവളെന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. നീന്തലെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. ആരും ഇല്ലെങ്കിൽ ആരും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ കേട്ടില്ല. ബോട്ട് യാത്ര കഴിഞ്ഞിരിക്കുന്നു.
your friend, you're not okay. And tell me what's wrong and why you never said you ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്നൊക്കെ പറയാം, പക്ഷെ ഹണിമൂണൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ചില്ലിങ് ആണ്, ജസ്റ്റ് ചില്ലിങ് ആണ്. But I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. നമ്മളിപ്പോൾ എവിടെ പോവാ? നമ്മള് പവർ ഹൗസ്. അവിടെ ഒരു പവർ ഹൗസ് അല്ല, ലൈറ്റ് ഹൗസ്. എനിക്കിതൊക്കെ നേരത്തെ പവർ ഹൗസ്, മാണുവിന്റെ പവർ ഹൗസിലോട്ട് പോവാണ്, ലൈറ്റ് ഹൗസ്. നമ്മളിത് പവർ ഹൗസ് എന്ന് പറയുന്നത് മറ്റേ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളല്ലേ. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നലിന് വേണ്ടിയിട്ട്. താങ്ക് യു ആൻറ്റി. അപ്പൊ അവരെന്തോ മറാഠി പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഇവർക്ക് മനസ്സിലായില്ല. കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഫ്രണ്ട്ലിയൊക്കെയാണ് ആണെന്ന് തോന്നുന്നു. ലൈറ്റ് ഹൗസിലുള്ള വഴി ഇതാണോ മാളു? ഇതാണ് ലൈറ്റ് ഹൗസിലോട്ടുള്ള വഴി. വന്നത് വേസ്റ്റായോ? വേസ്റ്റായോ? തിരിച്ചു പോവാ. എന്നാലും ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരത്തെങ്കിലൊക്കെ ചോദിച്ചാലോ കയറാൻ പറ്റുമെന്ന്. നമ്മളിത് ലൈറ്റ് ഹൗസിൻ്റെ താഴെ വരെ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ലല്ലോ. പറ്റൂല, നോക്കാം. ബലമായി തുറന്ന് കയറിയിരിക്കുകയാണ് ജോമോൻ. ട്രസ്പാസാണ്. ട്രസ്പാസ് എടുത്തിരിക്കുകയാണ്. ബീവിയോ? ഇവിടെ വന്നിട്ട് ബീവി എന്നൊക്കെ ചോദിക്കുന്നു. ദീദി എന്നല്ലേ, എനിക്ക് ഹിന്ദി അങ്ങനെ മറന്നുപോയി. ബീവി ഉണ്ടോ ഇവിടെ? ബീവി ഇല്ലാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോ ശരിപ്പോയി. നമ്മൾ കയറിപ്പോയപ്പോൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ കയറാൻ പറ്റിയില്ല. 6 മണിയാകുമ്പോൾ ക്ലോസ് 5:30 ആകുമ്പോൾ ക്ലോസ് ആകും. അതായത് 4:30 തൊട്ട് ഇവിടെ വെച്ചിട്ടുണ്ടോ? 4 മണി തൊട്ട് 5:30 വരെ ഉള്ളൂ. അതായത് 1 മണിക്കൂറല്ലേ? 1 മണിക്കൂറേ ഉള്ളൂ. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10 രൂപ 20 രൂപ. നമ്മൾ ആ വന്ന ടൈമിന് നമ്മളിവിടെ നേരെ വന്നിരുന്നെങ്കിൽ നമുക്കിവിടെ നെല്ല് കയറായിരുന്നു. നമ്മൾ ഇനിയും വരും, ഇനി വേറെ ദിവസം ഞങ്ങൾ വരും. വലിയ ദൂരമില്ലല്ലേ? ഇപ്പം നമ്മളിത് ജംഗ്ഷനൊക്കെ എത്തി. ഇനി ബസ് എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് അറിയത്തില്ല. ഇനി ചോദിക്കണം, നമുക്ക് ചോദിച്ചിട്ട് നമ്മൾ എന്തായാലും തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പം നാളും നമുക്ക് എന്തായാലും റൂമിലോട്ട് പോകാമല്ലേ? അപ്പം റൂമിൽ പോവാം. അപ്പം ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.